ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് അലക്സാണ്ടർ പോപ്പ് എഴുതിയ ഓഡ് ഓൺ സോളിറ്റ്യൂഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അലക്സാണ്ടർ പോപ്പ് ഓഡ് ഓൺ സോളിറ്റ്യൂഡ് എന്ന പോം 1700 എഴുതിയതാണ്. അക്കാലത്ത് അലക്സാണ്ടർ പോപ്പിന് 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യുവ എഴുത്തുകാരനാണെങ്കിലും ഈ കവിതയിൽ ഏകാന്തതയുടെയും സംതൃപ്തിയുടെയും തീമുകൾ കവിത എക്സ്പ്ലോർ ചെയ്യുന്നു. അതായത് സോളിറ്റ്യൂഡ്, അതുപോലെ കണ്ടെയ്ൻമെൻറ്റ്. അതുപോലെ തന്നെ ഈ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുറം ലോകത്തിൻ്റെ സങ്കീർണതകളിൽ നിന്നും മുക്തമായി സ്വന്തം ഭൂമിയിലെ സ്വയം പര്യാപ്തമായ ജീവിതത്തിലൂടെ ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താം എന്നാണ് കവിത സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഹാപ്പി ദ മാൻ ഹൂസ് വിഷ് ആൻഡ് കെയർ എ ഫ്യൂ പാറ്റേണൽ ഏക്കേഴ്സ് ബൗണ്ട്. അപ്പം പാറ്റേണൽ ഏക്കർ, അപ്പം ഈ വാചകം ഒരു പിതാവിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഭൂമിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഒരു പൈതൃകമായി ലഭിച്ച ഭൂമിയിൽ സംതൃപ്തനും അതുപോലെ സന്തോഷവും കണ്ടെത്തുന്നവനുമായ ഒരു മനുഷ്യനെയാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, വിശാലമായ ലോകത്തിൻ്റെ ഈ സങ്കീർണതകളിൽ നിന്നും അതുപോലെ തന്നെ അഭിലാഷങ്ങളിൽ നിന്നും മുക്തമായി ഒരു ലളിതമായ ഗ്രാമീണ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്നും ചെറിയ പാരമ്പര്യമായി ലഭിച്ച ഭൂമിയിൽ നിന്നും മനുഷ്യന് തൻ്റെ ആഗ്രഹങ്ങളും ആശങ്കകളും പരിമിതപ്പെടുത്തിയാൽ ഒരു വ്യക്തി അനുഗ്രഹീതനോ ഭാഗ്യവാനോ സന്തോഷവാനോ ആണെന്ന് ഈ വരിയിലൂടെ കവി അർത്ഥമാക്കുന്നു. അപ്പോൾ ലളിതവും സ്വയം പര്യാപ്തവുമായ ഒരു ജീവിതത്തിനായുള്ള ആഗ്രഹം കവി പ്രകടിപ്പിക്കുന്നു ഇവിടെ. അതായത് ഡിസയർ ഫോർ സിമ്പിൾ സെൽഫ് സഫിഷ്യൻറ്റ് ലൈഫ്. അതുപോലെ തന്നെ ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട സന്തോഷവും സംതൃപ്തിയും ഊന്നി പറയാൻ വേണ്ടിയാണ് കവി ഇവിടെ ഹാപ്പി ദ മാൻ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. content to breathe his native air in his own ground. അപ്പോൾ എന്താ കവി ഇവിടെ പറയുന്നത്? സ്വന്തം മണ്ണിൽ വായു ശ്വസിക്കാനുള്ള ആ സംതൃപ്തി എന്നത് പരിചിതമായ ഒരാൾ ജനിച്ച സ്ഥലത്തോടുള്ള പ്രിഫറൻസ് എടുത്തു കാണിക്കുന്നു. അതായത് സമൂഹത്തിൻ്റെയും അഭിലാഷത്തിൻ്റെയും സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തമായി ഒരാളുടെ വീട്ടു പരിസരത്ത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ് ഈ വരി അർത്ഥമാക്കുന്നത്. അപ്പം പ്രകൃതിയുടെ ലളിതമായ ആനന്ദങ്ങളിലും സ്വന്തം ഭൂമിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൻ്റെ സംതൃപ്തിയും സന്തോഷവും എടുത്തു കാണിക്കുന്ന ഒരു വരിയാണിത്. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റാൻസയിലോട്ട് പോവാം. Whose herds with milk, whose fields with bread, whose flocks supply him with attire, whose trees in summer yield him shade, in winter fire. അപ്പോൾ ഈ വരികൾ വിവരിക്കുന്നത് ലളിതവും ഗ്രാമീണവുമായ ജീവിതം നയിക്കുന്ന സ്വയം പര്യാപ്തനും സംതൃപ്തനുമായ ഒരു മനുഷ്യനെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ ഭൂമിയിൽ നിന്നും ലഭിക്കുന്നവ കൊണ്ട് അനുഗ്രഹീതനാണ്. എന്തൊക്കെയാണ് കിട്ടുന്നത്? ആ മനുഷ്യൻ ആ ഭൂമിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നുള്ള പാല്, വയലുകളിൽ നിന്നുള്ള ഭക്ഷണം, ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ കിട്ടുന്നു. അപ്പം അവൻ ബാഹ്യ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നില്ല, പ്രകൃതിയുടെ അടിസ്ഥാന സുഖ സൗകര്യങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് കവി പറയുന്നത്. അതുപോലെ ഹൂസ് ട്രീസ് ഇൻ സമ്മർ ഈൽഡ് ഹിം ഷെയ്ഡ് ഇൻ വിൻ്റർ ഫയർ. അതായത് അവൻ്റെ മരങ്ങൾ എന്താണ് നൽകുന്നത്? വേനൽക്കാലത്ത് തണലും അതുപോലെ ശൈത്യകാലത്ത് എന്താണ്? വിറകും നൽകുന്നു. അടുത്ത സ്റ്റാൻസിലോട്ട് പോവാം. Blessed who can unconcernedly find hours, days and years slide soft away. അപ്പം ആശങ്കയില്ലാത്ത മണിക്കൂറുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ എന്നിവ എങ്ങനെയാണ് പോകുന്നത്? മൃദുവായി നീങ്ങുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പം ഈ വരി ആനന്ദവും അതുപോലെ നമുക്ക് പറയാം സംതൃപ്തിയുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉത്കണ്ഠയോ അഭിലാഷമോ ഇല്ലാതെ സമയം അനായാസമായി കടന്നു പോകുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മുക്തനായി ലളിതമായ അല്ലെങ്കിൽ ആനന്ദങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ലളിതവും സമാധാനപരവുമായ ജീവിതത്തെയാണ് കവി ഈ വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ നോക്കിക്കുക അടുത്ത ലൈൻ. ഇൻ ഹെൽത്ത് ഓഫ് ബോഡി പീസ് ഓഫ് മൈൻഡ് ക്വയറ്റ് ബൈ ഡേ. അപ്പം ശരീരാരോഗ്യം, മനസ്സമാധാനം എന്നിവയോടെ ജീവിക്കാൻ കഴിയുന്നവരെ കവി പ്രശംസിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. അപ്പം ഈ വരിയുടെ അർത്ഥം എന്താണ്? അവർ ശാരീരികമായി സുഖമായിരിക്കുന്നു, മാനസികമായ സമാധാനത്തിലാണ്, ശാന്തവും അസ്വസ്ഥതയില്ലാത്തതുമായ ഒരു ദിവസം ആസ്വദിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ കവിയുടെ അഭിപ്രായത്തിൽ ഇവയാണ് ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ. ആക്ച്വലി ഇത് തന്നെയാണ് ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസിലോട്ട് പോകാം. Sound sleep by night, study and ease, together mixed,
സ്വീറ്റ് റിക്രിയേഷൻ ആൻഡ് ഇന്നസെൻസ് വിച്ച് മോസ്റ്റ് ഡേഴ്സ് പ്ലീസ് വിത്ത് മെഡിറ്റേഷൻ. അപ്പോൾ സംതൃപ്തമായ ജീവിതത്തിനുള്ള ഘടകങ്ങളുടെ അനുയോജ്യമായ സംയോജനത്തെ വിവരിക്കുന്നതാണ് ഈ ഒരു സ്റ്റാൻസ. അപ്പോൾ സൗണ്ട് സ്ലീപ്പ് ബൈ നൈറ്റ്, അപ്പം നല്ല ഉറക്കം. ഈ സൗണ്ട് സ്ലീപ്പ് ബൈ നൈറ്റ് എന്ന് എംഫസൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റെസ്റ്റ്, അത് വിശ്രമത്തിൻ്റെ പ്രാധാന്യം. വിശ്രമം സന്തോഷകരമായ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. സ്റ്റഡി ആൻഡ് ഈസ്, പഠനവും സുഖവും, അതായത് ഭൗതിക പ്രവർത്തനങ്ങളുടെയും ഒഴിവു സമയങ്ങളുടെയും സന്തുലിതാവസ്ഥ ഒരു നല്ല ജീവിതം നൽകുന്നു. അതായത് എ ബാലൻസ് ഓഫ് ഇൻ്റലക്ച്വൽ പെർസ്യൂട്ട് ആൻഡ് ലെഷർ. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് സ്വീറ്റ് റിക്രിയേഷൻ, അതായത് ആസ്വാദകരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനെക്കുറിച്ചാണ് കവി പറയുന്നത്. അതുപോലെ ഇന്നസെൻസ് നമുക്കറിയാം നിഷ്കളങ്കത. അപ്പോൾ ലൗകിക വേവലാതികളിൽ നിന്നും മുക്തമായ ജീവിതം നയിക്കുന്നത് സന്തോഷത്തിൻ്റെ ഉറവിടമായി കവി പറയുന്നു. അതുപോലെ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നു, ധ്യാനം. നമുക്ക് ഈ സന്ദർഭത്തിൽ ധ്യാനം എന്നത് വെറും ഒരു ആത്മീയ പരിശീലനം മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ ലളിതമായ സന്തോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും വിലമതിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ട് നമുക്കിവിടെ ഈ ഒരു സന്ദർഭത്തിൽ മെഡിറ്റേഷൻ എടുക്കാം. അപ്പം എന്താ പറയുന്നത്, ആൻഡ് ഇന്നസെൻസ് വിച്ച് മോസ്റ്റ് ഡേഴ്സ് പ്ലീസ് വിത്ത് മെഡിറ്റേഷൻ. മോസ്റ്റ് ഡേഴ്സ് പ്ലീസ് എന്ന ഫ്രേസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ വെർച്വസ്, അതായത് സദ്ഗുണപൂർണവും ഈ കണ്ടംപ്ലേറ്റീവ് ലൈഫ് സ്റ്റൈൽ, അതായത് ധ്യാനാത്മകവുമായ ജീവിതശൈലികളിൽ നിന്ന് ലഭിക്കുന്ന അഗാധമായ ആനന്ദത്തെയും അതുപോലെ സംതൃപ്തിയെയും എടുത്തു കാണിക്കുന്ന വരികളാണിത്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. Thus let me live unseen, unknown, thus unlamented let me die. അപ്പോൾ പൊതുജന ശ്രദ്ധയിൽ നിന്നും അംഗീകാരത്തിൽ നിന്ന്, അതായത് റെക്കഗ്നിഷൻ, അംഗീകാരത്തിൽ നിന്നും മുക്തമായ ഒരു ജീവിതത്തിനായി കവി കൊതിക്കുന്നു. എന്തിനു വേണ്ടിയാ? ലോങ് ഫോർ എ ലൈഫ് ഫ്രീ ഫ്രം പബ്ലിക് അറ്റൻഷൻ ആൻഡ് റെക്കഗ്നിഷൻ. അപ്പോൾ ചുരുക്കത്തിൽ സമാധാനത്തിൽ ജീവിക്കാനും മരിക്കാനുമുള്ള ആഗ്രഹത്തെ കവി പ്രകടിപ്പിക്കുന്നു. അതുപോലെ തിരിച്ചറിയപ്പെടുകയോ വിലപിക്കപ്പെടുകയോ ചെയ്യുന്നത് ഒഴിവാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ മരിക്കണം? ഹി വോണ്ട്സ് ടു ഡൈ വിത്തൗട്ട് ബീയിങ് മോൺഡ് ഓർ റിമെമ്പേർഡ് എന്നാണ് കവിതയിൽ കവി പറയുന്നത്. ലാസ്റ്റ് ലൈൻ നോക്കിയേ, സ്റ്റീൽ ഫ്രം ദ വേൾഡ് ആൻഡ് നോട്ട് എ സ്റ്റോൺ ടെൽ വേർ ഐ ലൈ. അപ്പോൾ അവസാന വരി, തൻ്റെ മരണശേഷം തൻ്റെ ശവകുടീരത്തിൽ ഒരു സ്മാരകം പോലും ഇല്ലാതെ ലോകത്തിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമാകാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ ഊന്നി പറയുകയാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാം, ഏതാനും ഏക്കർ ഭൂമിയിൽ സംതൃപ്തനായി ഒരു സ്വയപര്യാപ്ത ജീവിതത്തെയാണ് കവിത വിഭാവനം ചെയ്യുന്നത്. അതുപോലെ ഉപജീവന മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, പാല്, ഭക്ഷണം, കമ്പിളി എന്നിവയെക്കുറിച്ച്. അതുപോലെ തന്നെ നമുക്ക് പറയാം, സമൂഹത്തിൻ്റെ ട്രബിൾസ് നിറഞ്ഞ ജീവിതത്തിന് വിപരീതമായി ഏകാന്തവും ശാന്തവും സമാധാനപരമായ സ്വഭാവത്തെ കവി വിലമതിക്കുന്നു. അതുപോലെ അഭിലാഷങ്ങളുടെയും ലൗകിക പരിശ്രമങ്ങളുടെയും ഭാരങ്ങളിൽ നിന്ന്, അതായത് ബേർഡൻ ഓഫ് അംബീഷൻ ആൻഡ് വേൾഡ്ലി പെർസ്യൂട്ടിൽ നിന്നും മുക്തമായ ഒരു ലളിതമായ ജീവിതത്തിൻ്റെ സംതൃപ്തിയെ കവിത എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നത് എന്ന് കവിതയിൽ കവി പറയുന്നു. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. ഇഫ് യു ഫീൽ ദിസ് ക്ലാസ് യൂസ്ഫുൾ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ടു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.